ഹലോ ഫ്രണ്ട്സ്, സ്മാർട്ട് ട്രിക്സ് ഇൻ PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ പാഠമാണ് ഒറ്റയല്ലൊരു ജീവിയും. ഇത് പുതിയ ടെക്സ്റ്റ് ബുക്കിലെ പാഠമാണ്. ഇതിലെ ആദ്യ പേജിൽ തന്നെ ഒരു പൊന്മാൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. പൊന്മാൻ താമസിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. അതായത് നമുക്കറിയാം പൊന്മാൻ്റെ ഭക്ഷണം മത്സ്യമാണ്. അതുകൊണ്ട് തന്നെ മീനുള്ള സാഹചര്യങ്ങളിലാണ് അത് താമസിക്കാനായിട്ട് തിരഞ്ഞെടുക്കുക. അതിന് ഇര പിടിക്കാൻ എളുപ്പമുള്ള സ്ഥലങ്ങളിലാണ് അത് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിനും വാസസ്ഥലവും ആഹാരവുമായിട്ട് ബന്ധമുണ്ട്. ഇതിലെ ആദ്യം തന്നെ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ആഹാര ശൃംഖലാജാലം ഇല്ലെങ്കിൽ ഫുഡ് വെബ്. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം. ആഹാരത്തിനായി പരസ്പരം ജീവികൾ ആശ്രയിക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ പുല്ല് തിന്നുന്നതാണ് പുൽച്ചാടി. പുൽച്ചാടീനെ പക്ഷികൾ തിന്നു. പക്ഷികളെ ചെന്നായ ഭക്ഷിക്കും, ചെന്നായനെ കഴുകൻ ഭക്ഷിക്കും. അതായത് ഓരോ ജീവിയും തമ്മിൽ ആഹാരത്തിൻ്റെ പേരിൽ പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു പരസ്പര ബന്ധത്തിനെയാണ് ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്. അപ്പോൾ കരയിൽ മാത്രമല്ല കടലിലും ഇതുപോലെയുള്ള ആഹാര ശൃംഖലാജാലമുണ്ട്. അപ്പോൾ അതിവിടെ പറയുന്നുണ്ട്. ഇവിടെ ജീവികളും അവയുടെ ആഹാരവും കൊടുത്തിട്ടുണ്ട്. കടലിൽ ഇല്ലെങ്കിൽ സമുദ്രത്തിൽ ജീവിക്കുന്ന ജീവികൾ സ്രാവ് കഴിക്കുന്ന ആഹാരങ്ങളാണ് കണവ, മീൻ, കടലാമയൊക്കെ. മത്തി കഴിക്കുന്നതാണ് ചെറുമീനുകളെയും പ്ലവകങ്ങളെയും. കടലാമയുടെ ഭക്ഷണമാണ് സസ്യഭാഗങ്ങൾ, മീനുകൾ ഒക്കെ. ചെറുമീനുകൾ ഭക്ഷിക്കുന്നത് പ്ലവകങ്ങളാണ്. അതായത് കടലിലെ ഇല്ലെങ്കിൽ സമുദ്രത്തിലെ ജീവികളും തമ്മിൽ ആഹാരത്തിനായി പരസ്പരം ആശ്രയിച്ചിട്ടുണ്ട്. കടലിലും ആഹാര ശൃംഖലാജാലം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്ലവകങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണിവ. നമ്മൾ കരയിലെ ഉൽപാദകരായിട്ട് കണക്കാക്കുന്നത് സസ്യങ്ങളെയാണ്. അതുപോലെ സമുദ്രത്തിലെ ഉൽപാദകരായി കണക്കാക്കുന്നതാണ് പ്ലവകങ്ങൾ. അവർ ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ്. ഓക്കെ, ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിൻ്റ്, ഇവിടെ കുറേ ആവാസ വ്യവസ്ഥയും കുറേ ചിത്രങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പം രണ്ട് ജീവിൻ്റെ ആഹാര കാർഡ് കൊടുത്തിട്ടുണ്ട്. കാക്ക കഴിക്കുന്ന ഭക്ഷണങ്ങൾ ചെറുജീവികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, മൃതാവശിഷ്ടങ്ങളൊക്കെയാണ്. ആടാണെങ്കിൽ പുല്ല്, ഇലകൾ, ധാന്യം ഇവയൊക്കെയാണ് കഴിക്കുന്നത്. അതായത് കാക്കയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ചെറുജീവികളെല്ലാം കഴിക്കുന്നുണ്ട്. ആട് സസ്യങ്ങൾ, ഉൽപാദകരെ മാത്രമാണ് കഴിക്കുന്നത്. കൂടിയാലും കുറഞ്ഞാലും എന്ന് പറഞ്ഞുകൊണ്ട് കടുവ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ. ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റ് ജീവികൾ ഉണ്ടായെന്ന് വരാം. കടുവയെപ്പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റ് ജീവികൾ അധികമില്ല. അതിനാൽ കടുവയെപ്പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യമർഹിക്കുന്നു. കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു. അതായത് ആഹാര ശൃംഖലാജാലത്തിലെ ഏതെങ്കിലും ഒരു ജീവിയുടെ എണ്ണം ഗണ്യമായി കൂടുകയോ ഇല്ലെങ്കിൽ ഗണ്യമായി കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒന്നിൻ്റെ എണ്ണം വല്ലാണ്ട് കൂടിപ്പോകാനും പാടില്ല, ഒന്നിൻ്റെ എണ്ണം വല്ലാതെ കുറഞ്ഞു പോകാനും പാടില്ല. അതിന് ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ആഫ്രിക്കൻ മുഷിയെ അധിനിവേശക്കാരായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്.
ആഫ്രിക്കൻ മുഷിയെ ഒരു അധിനിവേശക്കാരനായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ഇവ വളരെ പെട്ടെന്ന് വളർന്നു പെരുകുന്നു. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. അതായത് ആഫ്രിക്കൻ മുഷി മറ്റ് ജീവികളെ കഴിക്കുന്നുണ്ട്, പക്ഷേ ആഫ്രിക്കൻ മുഷീനെ കഴിക്കാൻ വേറെ ജീവികളില്ലാത്തതുകൊണ്ട് തന്നെ ഇവരുടെ എണ്ണം പെരുകി പെരുകി വരുവാണ് ചെയ്യുന്നത്. അതാണിവിടെ ആഫ്രിക്കൻ മുഷിയെക്കുറിച്ച് പറഞ്ഞത്. അതായത് ആഹാര ശൃംഖലാജാലത്തിൽ ഒന്നിൻ്റെ എണ്ണം കൂടിപ്പോയാലുള്ള പ്രശ്നമാണ് ഇവിടെ സംസാരിക്കുന്നത്. ആഹാര ബന്ധം. ഇതിൽ ആഹാര ശൃംഖല എന്നതിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് ആഹാര ശൃംഖല. അതായത് നമ്മൾ ഒരു ശ്രേണി മാത്രം പറയുകയാണെങ്കിൽ പുല്ല്, പുൽച്ചാടി, കോഴി, കുറുക്കൻ, കഴുകൻ ഇതൊരു ആഹാര ശൃംഖലയ്ക്ക് ഉദാഹരണമാണ്. ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ. ഇവിടെ പ്രകാശ സംശ്ലേഷണത്തിനെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം അഥവാ ക്ലോറോഫിൽ എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു. അതായത് സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തെയാണ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും ജലവും സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഇത് നടക്കുന്നത്, പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണിത്. ഇതിൻ്റെ പ്രൊഡക്റ്റായിട്ടുണ്ടാവുന്നത് ഓക്സിജനാണ്. ഓക്കെ, അതാണ് ഫോട്ടോസിന്തസിസ്. അടുത്തതായി ചെടികളിലെ വർണ്ണകത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടു. ഫോട്ടോസിന്തസിസിൻ്റെ സ്ഥലത്ത് ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. അതായത് ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന ആ വർണ്ണകത്തിൻ്റെ പേരാണ് ഹരിതകം. അപ്പോൾ ഇലകൾ പച്ച നിറത്തിൽ മാത്രമല്ല പല നിറത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ നിറവും കൊടുക്കാൻ കാരണക്കാരനായ വർണ്ണകം ഏതാണെന്ന് നമുക്ക് നോക്കാം. ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ. ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണകമാണ് കരോട്ടിൻ. മഞ്ഞ നിറം നൽകുന്ന വർണ്ണകമാണ് സാന്തോഫിൽ. ചുവപ്പ് ആന്തോസയാനിൻ, ഓറഞ്ച് കരോട്ടിൻ, മഞ്ഞ സാന്തോഫിൽ. ഓക്കെ, അപ്പോൾ പച്ച കൊടുക്കുന്നത് ക്ലോറോഫിൽ. ഇനി ഇവിടെ സ്റ്റൊമാറ്റ എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനു മുമ്പായിട്ട് എല്ലാ ജീവികളിലും ശ്വസനം നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. ശ്വസന ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ശ്വസന ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇതിനായി ഇലകളിൽ പ്രത്യേക ഭാഗം വല്ലതും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഇവിടുത്തെ പറയുന്നുണ്ട്. അതാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. അതായത് വാതക വിനിമയത്തിന് ഇലകളിലുള്ള ആ ഒരു ഭാഗത്തെയാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ എന്ന് അറിയപ്പെടുന്നു. ഇതിലൂടെയാണ് അന്തരീക്ഷവായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. അതായത് അന്തരീക്ഷവായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതും ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്, അതായത് സ്റ്റൊമാറ്റയിലൂടെയാണ് നടക്കുന്നത്. മൈക്രോസ്കോപ്പ് എന്താണെന്ന് നോക്കാം. കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പ് ചെറിയ വസ്തുക്കളെ അല്ലെങ്കിൽ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ പറ്റാത്ത വസ്തുക്കളെ വലുതാക്കി കാണാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. അതിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രകാശ സംശ്ലേഷണം, ആതിഥേയനും അതിഥികളും.
ഈ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് പഠിക്കാനുണ്ട്. അതായത് എപ്പിഫൈറ്റ്, അതായത് ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. അതായത് എപ്പിഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരവാഴ അതിന് വളരാൻ വേണ്ടിയുള്ള ഒരു സ്ഥലത്തിനായി മാത്രമാണ് ഒരു ചെടിയെ ആശ്രയിക്കുന്നത്, അതായത് വാസസ്ഥലത്തിനായി മാത്രം. ഇതിൻ്റെ അന്തരീക്ഷത്തിലേക്ക് തള്ളി നിൽക്കുന്ന കട്ടി കൂടിയ വേരുകൾ ഈർപ്പം വലിച്ചെടുത്ത് വളരുന്നു, അല്ലാണ്ട് ആ ചെടിയിൽ നിന്ന് ഒരു ഈർപ്പമോ ലവണമോ ഒന്നും വലിച്ചെടുക്കുന്നില്ല മരവാഴ. അതുകൊണ്ട് തന്നെ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം ആശ്രയിക്കുന്നത് കൊണ്ട് അത്തരം സസ്യങ്ങളെയാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. മരവാഴയെ പോലെ എപ്പിഫൈറ്റുകൾക്കൊരു ഉദാഹരണമാണ് ഓർക്കിഡുകൾ. ഇനി ഇത്തിൽ കന്നീനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽ കന്നി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽ കന്നി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാതങ്ങൾ, സെമി പാരസൈറ്റ്സ് എന്ന് പറയുന്നു. ഇത് ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുക്കുന്നു, എന്നിട്ട് ആഹാരം നിർമ്മിക്കുന്നത് സ്വയമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ അർദ്ധപരാതം എന്ന് പറയുന്നു. അപ്പോൾ അർദ്ധപരാതത്തിന് ഒരു ഉദാഹരണമാണ് ഇത്തിൽ കന്നി. ഇനി അർദ്ധപരാതമല്ലാതെ പൂർണ്ണപരാതമുണ്ട്. പൂർണ്ണപരാതം എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ എടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ല താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാതങ്ങൾ എന്ന് പറയുന്നത്. അതായത് മൂടില്ല താളി പോലുള്ള സസ്യങ്ങൾ അതിൻ്റെ ആതിഥേയ സസ്യത്തിൽ നിന്ന് ഭക്ഷണമാണ് വലിച്ചെടുക്കുന്നത്, അതായത് പോഷക ഘടകങ്ങൾ, അല്ലാതെ ജലവും ലവണവും വലിച്ചെടുത്തിട്ട് സ്വയം ആഹാരം നിർമ്മിക്കുന്നില്ല ഇത്തിൽ കണ്ണിയെപ്പോലെ. അതുകൊണ്ട് തന്നെ ഇവയെ പൂർണ്ണപരാതങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ പൂർണ്ണപരാതത്തിന് ഒരു ഉദാഹരണമാണ് മൂടില്ല താളി. അപ്പം ഈ ഒരു ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ വളരെ കുറച്ച് പോയിൻറ്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പൂർണ്ണപരാതം, അതിന് ഉദാഹരണമാണ് മൂടില്ല താളി. അർദ്ധപരാതത്തിന് ഉദാഹരണമാണ് ഇത്തിൽ കണ്ണി. എപ്പിഫൈറ്റ്, വാസസ്ഥലത്തിന് വേണ്ടി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റ്. അതിന് ഉദാഹരണമാണ് മരവാഴ, ഓർക്കിഡ്. പിന്നെ ഇതിലെ മെയിൻ പോയിൻറ്റ്സ് വരുന്നത് സ്റ്റൊമാറ്റ ഇലകളിലുള്ള സൂക്ഷ്മ സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ. അന്തരീക്ഷവായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതും ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. പിന്നെ നമ്മൾ നോക്കിയത് ഇലകൾക്ക് വ്യത്യസ്ത നിറം കൊടുക്കുന്ന വർണ്ണങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ചുവപ്പ് നിറം കൊടുക്കുന്നത് ആന്തോസയാനിൻ, ഓറഞ്ച് നിറം കൊടുക്കുന്നത് കരോട്ടിൻ, മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിൽ. പിന്നെ നേരത്തെ കണ്ടിരുന്നു ക്ലോറോഫിൽ, ഇല്ലെങ്കിൽ ഹരിതകം എന്ന വർണ്ണമാണ് ഇലകൾക്ക് പച്ച നിറം നൽകുന്നത്. പിന്നെ ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് വരുന്നത് പ്രകാശസംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, സൂര്യപ്രകാശമാണ്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രവർത്തനമാണ്. പിന്നെ ഇതിന് സഹായിക്കുന്ന വർണ്ണകമാണ് ക്ലോറോഫിൽ. അതൊക്കെയാണ് ഇതിലെ മെയിൻ. പിന്നെ ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയുള്ള ഒരു ആഹാരബന്ധത്തിന് ആഹാര ശൃംഖല ഇല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്ന് പറയും. ആഫ്രിക്കൻ മുഷി ഒരു അധിനിവേശ മത്സ്യമാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പ്ലവകങ്ങൾ എന്താണെന്ന് നോക്കിയിരുന്നു. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യമാണ് പ്ലവകം. അത് സമുദ്രത്തിലെ ഉൽപാദകരാണ്. പിന്നെ ഇതിൽ ആഹാര ശൃംഖലാജാലം, ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധത്തിന് പറയുന്ന പേരാണ് ആഹാര ശൃംഖലാജാലം അഥവാ ഫുഡ് വെബ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ നോക്കിയിട്ടുണ്ട്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, കുറച്ച് പോയിൻറ്റുകൾ മാത്രമേ വരുന്നുള്ളൂ. എല്ലാവരും ഇത് നന്നായി കേട്ട് പഠിച്ച് എക്സാമിന് പോവുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റ്സിനും ടെക്സ്റ്റ് ബുക്ക് ഡിസ്കഷനും ഒക്കെ വേണ്ടി സ്മാർട്ട് ട്രിക്സ് ഇൻ PSC ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഓക്കെ, താങ്ക് യു.